വീണ്ടും ഒരു ക്രിസ്മസ് കൂടി സമാഗതമാവുകയാണ്. ദൈവപുത്രനായ യേശുവിൻ്റെ ജന്മദിനം ലോകമെമ്പാടുമുള്ള മനുഷ്യരാശി കൊണ്ടാടുന്ന മഹാസുദിനത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു യേശു നൽകിയ സന്ദേശം ലോകത്തിന് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാമാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു യേശു ലോകത്തിന് ന്യായത്തിൻ്റെ സന്ദേശം കൂടി നൽകിയ മഹാനായ വ്യക്തിയാണ്. ഹെമറോബിയുടെ ഒരു കാലത്ത് നിലനിന്നിരുന്ന കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ എന്ന ന്യായശാസ്ത്രത്തെ ഇല്ലാതാക്കിയത് യേശുവിൻ്റെ ചിന്തകളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മനുഷ്യർക്ക് ഏവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നാണ് എന്ന് പ്രഘോഷിച്ച ലോകത്തെ ആദ്യത്തെ വ്യക്തിത്വവും യേശുവിൻ്റേതായിരിക്കും. 1862 മെക്കാളെ പ്രഭു ഇന്ത്യൻ പീനൽ കോഡും ഒപ്പം തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും എല്ലാം കൊണ്ടുവന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് മനുഷ്യർക്ക് എല്ലാവരുടെയും റൈറ്റ്സ് ഒന്നാണ്, അല്ലെങ്കിൽ അവകാശങ്ങൾ ഒന്നാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായത് ഈ തത്വശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ്. വെസ്റ്റ്മിനിസ്റ്റർ ആബി, അതായത് ആംഗ്ലിക്കൻ സഭയുടെ യേശുവിൻ്റെ സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ഫണ്ടമെന്റൽ റൈറ്റ്സ് തന്നെയാണ് ഈ നിയമങ്ങളുടെയും അടിസ്ഥാന പ്രമാണം. അതുകൊണ്ട് ഈ സുദിനത്തിൽ ലോകത്ത് ന്യായം എന്ന പദത്തിന് ഒരു പുതിയ അർത്ഥം രചിച്ച വ്യക്തിയാണ് യേശു എന്നുകൂടി നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേരാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു.